അപ്പൊ നിങ്ങൾക്ക് തോന്നണം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ നിങ്ങൾ കണ്ണിലേക്ക് നോക്കുന്ന വെറുതെ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കിയല്ല. നിങ്ങൾക്ക് ഓഡിയൻസിന്റെ അടുത്ത് റെഡ് സിഗ്നൽ കിട്ടും, യെല്ലോ സിഗ്നൽ കിട്ടും, ഗ്രീൻ സിഗ്നൽ കിട്ടും. വണ്ടി ഓടിച്ചു പോകുമ്പോൾ റെഡ് സിഗ്നൽ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യും. യെല്ലോ കിട്ടിയാലോ ഒരു സംശയത്തിൽ വരും, ഗ്രീൻ കിട്ടിയാലോ പോകും. ഓഡിയൻസ് എങ്ങനെ നിങ്ങൾക്ക് ഈ സിഗ്നൽ തരാം? എങ്ങനെ സിഗ്നൽ? അവരിപ്പോ പറയുന്നില്ല, ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുമ്പോ എങ്ങനെ പറഞ്ഞുതരും? എനിക്ക് 2 സിഗ്നൽ ഇപ്പൊ ഇവിടുന്ന് കിട്ടി. മൊമാലി സാർ തന്നു, നൗഫൽ ഭായി തന്നു അല്ലെ. ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചാലോ? ഞാൻ അങ്ങനെ സംസാരിക്കുന്നുണ്ടാവും, ഇവർക്ക് വല്ല മനസ്സിലാവും? ഇല്ല. ഇത് ഒരാൾ നിന്ന് വൈറസ് ആയിട്ട് എല്ലാവരിലേക്കും പകരും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓഡിയൻസിനോട് ഒരു കണക്ഷൻ ഉണ്ടാവണം. അതിനാണ് ഞാൻ പറഞ്ഞത്, യു ആർ നോട്ട് ഗോയിങ് ടു ബി ദ ഓർഡിനറി സ്പീക്കർ. നിങ്ങൾ അങ്ങനെ ഓഡിയൻസ് വഴി മാറുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ അവിടെ നിർത്തണം. അങ്ങനെ പ്രസംഗിക്കുന്നവരും ട്രെയിനിങ് എടുക്കുന്നവരും അവർ ഓഡിയൻസിന് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പൊ റെഡ് സിഗ്നൽ കിട്ടിയാൽ അതിന്റെ അർത്ഥം എവിടെയോ അവർക്ക് ബോറടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒരു തമാശ അപ്പൊ ഫിറ്റ് ചെയ്യാം. ദെൻ യെല്ലോ എങ്ങനെ കിട്ടുക? യെല്ലോ എങ്ങനെ നിങ്ങൾക്ക് തരാം അവരെ? ഞാൻ നിങ്ങൾ 2-3 പ്രാവശ്യം ബെഞ്ചമിൻ സാറിന്റെ അടുത്ത് പോയത് ശ്രദ്ധിച്ചോ? ആ പറഞ്ഞതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആവണമെങ്കിൽ വോയിസ് വേണ്ടേ? ഞാൻ എങ്ങനെ മനസ്സിലാക്കി? ഐ റെഡ് ദ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ദർ വാസ് എ ബിറ്റ് ഓഫ് ഡൗട്ട്. സംശയമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. മൂപ്പര് റെഡ് അല്ലേ എനിക്ക് തന്നെ, ഈ ആ പറഞ്ഞതിൽ എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ അതിങ്ങനെ പറഞ്ഞു പോയല്ലോ, നടക്കുക പരിപാടി ഇല്ല. അപ്പൊ യെല്ലോ സിഗ്നൽ നമ്മൾ മനസ്സിലാക്കി, റെഡും യെല്ലോയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു പോയിന്റില് ഇങ്ങനെ ചിലർ അങ്ങനെ കാണിക്കും. അപ്പൊ അത് യെല്ലോ ആണ്. ഗ്രീൻ ആണെങ്കിലോ പിന്നെ നമ്മൾ നിർത്തണ്ട, കണ്ടിന്യൂ.